ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മോംസ് ഇന്ത്യൻ റെസിപ്പീസ് കുക്കിംഗ്. ഇന്ന് ഞാൻ എയർ ഫ്രൈയും പിന്നെ ഓയിൽ ഫ്രൈഡും ബ്രിഞ്ചലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് അധികം വയ്യാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ വലിയ ബ്രിഞ്ചലാണ് എടുത്തേക്കുന്നത്. അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു ചെറിയ മീഡിയം സൈസ് ആയിട്ടുള്ള കട്ടിങ് വേണേ. ഇങ്ങനെ റൗണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ആ സൈഡിൽ വെച്ചേക്കുന്നത് ഇച്ചിരി ഉപ്പുവെള്ളമാണ്. സാധാ വെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ട് വെച്ച് അതിൻ്റെ കമർപ്പ് ചൊവയൊക്കെ മാറിക്കിട്ടും. അങ്ങനെ നമ്മൾ 2 ബ്രിഞ്ചലും ഇങ്ങനെ മുറിച്ച് ഉപ്പുവെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആ കളറൊക്കെ ഇല്ലേ, ഏതാണ്ട് കമർപ്പ് ചൊവ വരുന്ന ഒരു കളർ വരും. ആ കളറൊക്കെ മാറിക്കിട്ടും. നമുക്ക് വെള്ളത്തിൽ തന്നെ കാണാൻ പറ്റും. ഒരു വയലറ്റ് കളറിലെ വെള്ളമാവും. അപ്പോൾ ആ വെള്ളം നമുക്ക് ആ കമർപ്പ് ചൊവ നമുക്ക് മാറിക്കിട്ടാൻ പറ്റും ഉപ്പുവെള്ളത്തിൽ ഇട്ടാൽ. അങ്ങനെ ഞാനിപ്പോൾ 2 ബ്രിഞ്ചലും ഇങ്ങനത്തെ സ്ലൈസാക്കി ഒരു മണിക്കൂറത്തേക്കിന് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് കഴുകി വാരി എടുത്താൽ മതിയേ. ഇനിയും ഞാനിവിടെ കഴുകി വാരി എല്ലാം ബ്രിഞ്ചൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ബ്രിഞ്ചൽ ഞാൻ ഓയിൽ ഫ്രൈ ചെയ്യാൻ പോവുക. ബാക്കിയുള്ള ബ്രിഞ്ചൽ നമ്മൾ എയർ ഫ്രൈഡ് ചെയ്യുവാണ്. അപ്പം നമ്മൾ ഇപ്പം കാണിക്കാൻ പോകുന്നത് ഇച്ചിരി കടലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി സ്വല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള സാധനങ്ങളാണ് ഞാനിപ്പം പറയുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സ് ഞാൻ മറന്നുപോയായിരുന്നു. അപ്പം ചില്ലി ഫ്ലേക്സും ചില്ലി പൗഡറും ഇച്ചിരി ചേർത്ത് കൊടുക്കണം. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ ഞാനിപ്പം നമ്മളുടെ ആവശ്യത്തിനുള്ള അത്ര മസാലപ്പൊടിയെല്ലാം ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരും വേറെ വേറെ രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ടേസ്റ്റ് വേറെ ആയിട്ടല്ലേ. ഇച്ചിരി ഗരം മസാല പൗഡറും അപ്പം നമുക്ക് ആവശ്യമുള്ള മസാല പൗഡറൊക്കെ നമ്മളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ കണക്കായിട്ടൊന്നും പറയുന്നില്ല. എനിക്ക് ആവശ്യത്തിനുള്ളതാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള മസാല എത്ര വേണമെന്ന്, കുഞ്ഞു പിള്ളേരുള്ളിടത്ത് ചില്ലി വേണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയുക. നിങ്ങൾക്ക് അപ്പം ഞാൻ എടുത്തേക്കുന്ന 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, കറി പൗഡർ സ്കിപ്പ് ചെയ്ത് കളയാം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ. ഞാൻ ഇച്ചിരി വെജിറ്റബിൾ കറി പൗഡറാണ്, മദ്രാസ് കറി പൗഡറാണ് ചേർത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ചില്ലി പൗഡറും ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് ഒരു കോട്ടിംഗ് ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ബ്രിഞ്ചൽ ഡ്രൈ പൗഡറാണ് കോട്ടിങ് ചെയ്യേണ്ടത്. ബിക്കോസ് ബ്രിഞ്ചലിന് ചെറിയൊരു മോയ്സ്ചർ വരും. അപ്പോൾ അത് തന്നെ അത് സോക്കായി പോവും. അപ്പം ഡ്രൈ ആയിട്ട് നമുക്കിങ്ങനെ മുക്കി കൊടുക്കണം എല്ലാം ബ്രിഞ്ചൽ പീസസ്. ഇടയ്ക്ക് എൻ്റെ കുഞ്ഞ് കൈ ഇടുന്നുണ്ട്. അപ്പം ഞാൻ മാറ്റുന്നത്, ആ കുഞ്ഞ് സൈഡിൽ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സും ഞാൻ ഇടുന്നുണ്ട്. വ്ളോഗ്സൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസിൻ്റെ സെക്ഷനിൽ പോയി കാണാം. എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. ഇപ്പം ഇടയ്ക്ക് അവൻ കയറി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അവൻ്റെ കൈ മാറ്റി കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ബ്രിഞ്ചൽ പീസസ് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഡ്രൈ പൗഡറിൽ നമ്മളിങ്ങനെ കോട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ എയർ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇളക്കി കൊടുത്തിട്ടുണ്ട് മറ്റേ പാത്രത്തിൽ. ഇത് ഓയിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ എയർ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇത് ജസ്റ്റ് ഇന്ന് ഡ്രൈ പൗഡറേ ചേർത്തിട്ടുള്ളൂ. ഇത് കണ്ടാൽ നമ്മളുടെ ബ്രിഞ്ചൽ പീസസ് അന്ന് സോക്കായി പോവുക. മോയ്സ്ചർ കാരണം അതിൻ്റെ ആ ഡ്രൈ പൗഡർ അതൊന്ന് അകത്തോട്ടൊന്ന് സോക്കായി പോകുന്ന. നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് അറിയാൻ പറ്റുന്നില്ല പൗഡർ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ അത് ആയിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് എയർ ഫ്രയറിൻ്റെ കണ്ടെയ്നറാണ്.
ഞാൻ 2 ടൈപ്സ് ഓഫ് ബ്രിഞ്ചലിൻ്റെ റെസിപ്പി കാണിക്കാൻ പോകുന്നത്. ഒരെണ്ണം എയർ ഫ്രൈഡും ഒരെണ്ണം ഓയിൽ ഫ്രൈഡും. അപ്പം എയർ ഫ്രയർ ഉള്ളവർക്ക് നിങ്ങൾ ബ്രിഞ്ചൽ ഇങ്ങനെ ഓയിൽ ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതി. ബ്രഷ് വെച്ച് ചെറുതായിട്ട് ഓയിൽ തൂത്ത് കൊടുത്തിട്ട് അത് എയർ ഫ്രൈ ചെയ്താൽ നല്ല സ്നാക്കായിട്ടുള്ള റെസിപ്പിയായത്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇപ്പം ഞാനിത് വൈകിട്ട് ഈവനിങ് സ്നാക്കായിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് മസാല പൗഡറൊക്കെ ചേർത്തിട്ട് ഇത് ജസ്റ്റ് എയർ ഫ്രൈ ചെയ്ത് ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് എയർ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ്, കാപ്പിക്കൊക്കെ നല്ല ഒരു ഐറ്റമാണ് ബ്രിഞ്ചൽ എയർ ഫ്രൈഡ്. ആണിത്. നിങ്ങൾ വീട്ടിൽ എയർ ഫ്രയർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പിന്നെ ഹെൽത്ത് അനുസരിച്ചും എയർ ഫ്രയർ നല്ലതാണ്. ഓയിലൊക്കെ കുറച്ച് യൂസ് ചെയ്താൽ മതി എയർ ഫ്രയറിന്. അങ്ങനെ ഞാനിപ്പോൾ എയർ ഫ്രൈഡും ഓയിൽ ഫ്രൈഡും ഉള്ള ബ്രിഞ്ചൽസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ എയർ ഫ്രയർ വേണ്ടി 10 മിനിറ്റിനാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സൈഡ് നമ്മൾ 10 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും, മറ്റൊരു സൈഡ് ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേക്കിന് നമ്മളുടെ ബ്രിഞ്ചൽ എയർ ഫ്രൈഡ് റെഡി ആയി കിട്ടും. ഇത് ഓയിൽ ഫ്രൈഡ് വേണ്ടി സ്വല്പം ഓയിൽ ഒരു പാനിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോ പീസസ് ഓയിലിനകത്ത് ചേർത്ത് കൊടുക്കണം. പിന്നെ അത് ഒരു സൈഡ് വെന്ത് വരുമ്പോഴത്തേക്കിന് മറ്റൊരു സൈഡ് മറിച്ച് കൊടുക്കണം. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അപ്പം ഓയിലും കുറച്ച് യൂസ് ആവത്തുള്ളൂ. ബ്രിഞ്ചൽ പെട്ടെന്നായി കിട്ടും, ഒരു 10 മിനിറ്റിനകം പെട്ടെന്നായി കിട്ടും. നല്ലൊരു റെസിപ്പിയാണ്. ബ്രിഞ്ചലൊക്കെ പിള്ളേരൊക്കെ കഴിക്കാത്ത പിള്ളേരാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്കൊക്കെ ഫ്രൈഡ് ഐറ്റംസ് വളരെ ഇഷ്ടമാണ്. അപ്പം നമുക്ക് വെജിറ്റബിൾസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ എയർ ഫ്രയറൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് മസാല പൗഡറൊക്കെ ആവശ്യത്തിനുള്ള മസാല പൗഡറൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്കും ഇഷ്ടപ്പെടും. ഞാൻ എൻ്റെ കൊച്ചുങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം വെജിറ്റബിൾസും അവരുടെ വയറ്റിൽ പൊക്കോളൂ, അല്ലെങ്കിൽ ഇവരുടെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കത്തില്ല. അപ്പം ബ്രിഞ്ചൽ എയർ ഫ്രൈഡും പിന്നെ ഓയിൽ ഫ്രൈഡും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് സെർവിങ് പ്ലേറ്റിൽ ഒന്ന് സെർവ് ചെയ്ത് നോക്കാവേ. പെട്ടെന്ന് പിള്ളേർക്ക് നാസ്തയ്ക്കും കാപ്പിക്കും ഒക്കെ ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണിത്. നമ്മൾ ടീ സ്നാക്സ് ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇത് കണ്ട നമ്മളുടെ ഓയിൽ ഫ്രൈഡ് ബ്രിഞ്ചൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ ഇച്ചിരി ഇറ്റാലിയൻ ഡ്രസ്സിങ് ആയിരുന്നു ചേർക്കാനുള്ള പോയപ്പോഴത്തേക്കിന് അത് പ്രസ് ചെയ്തപ്പോഴത്തേക്കിന് ഇച്ചിരി ഏറെ വീണുപോയി. മയോണൈസായത് ഒന്ന് ചെയ്യാൻ വേണ്ടി പോയതാ, അപ്പോഴത്തേക്കിന് അത് ഇച്ചിരി ഏറെ വീണുപോയി. ഇഷ്ടമുണ്ടെങ്കിൽ ഡ്രസ്സിങ് എന്ന് പറയും, മയോണൈസിൻ്റെ തന്നെ ആ ഒരു ഐറ്റമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം ഇത് വെച്ച് ഒരു ചട്നി മാതിരി നമുക്ക് കഴിക്കാമല്ലോ. അപ്പം ഇത് എയർ ഫ്രൈഡ് ഉള്ള ബ്രിഞ്ചലാണ്. ഇത് കണ്ട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഇത് കഴിക്കാവുന്ന ടൈപ്പാണ്. ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പം നമുക്ക് ഇത് സ്നാക്കായിട്ടും പിന്നെ നാസ്തിക്കൊക്കെ കൊടുത്തു വിടാം പിള്ളേർക്ക്. ബ്രിഞ്ചൽ കഴിക്കാത്ത പിള്ളേർ ഇത് തീർച്ചയായിട്ടും കഴിക്കും. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞു വീഡിയോസ്, വ്ളോഗ്സൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സെക്ഷനിൽ പോയി കാണുക. ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.